എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇന്ന് കേരളത്തിലെത്തുകയാണ്. 3 മണിക്ക് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 5 മണിക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമത്തെ കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയിലും പങ്കെടുക്കും. FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മോദി എന്ത് പറയും എന്നതാണ് പ്രധാനം. വിഷ്ണു VS വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് എവിടെയൊക്കെയാണ് നരേന്ദ്രമോദിയുടെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? വിഷ്ണു, കേൾക്കാമോ? വിഷ്ണു, ഇനിയിപ്പോൾ എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? പൊതുസമ്മേളനം എവിടെയാണ്? ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ, ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊക്കെ ഒരു പ്രതികരണത്തിനുള്ള സാധ്യത കൂടിയുണ്ടല്ലേ? വിഷ്ണു, കേൾക്കാമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ എത്തിച്ചേരും. ചങ്ങനാശ്ശേരി വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമായിരിക്കും തിരുവല്ലയിലെ വേദിയിലേക്ക് എത്തുക. തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ പ്രചരണാർത്ഥം, അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രചരണാർത്ഥമാണ് നരേന്ദ്രമോദി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അനവധി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ അടക്കം, അനിൽ ആന്റണി അടക്കം, അൽഫോൺസ് കണ്ണന്താനമടക്കമുള്ള പ്രമുഖ BJP നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വേദിയിലുണ്ട്. ഇപ്പോൾ പരിപാടി തുടങ്ങിയാണ്. ഏകദേശം 4 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക. ഏറെ സുരക്ഷാ സന്നാഹങ്ങളോട് തന്നെയാണ് ഇപ്പോൾ തിരുവല്ലയുള്ളത്. കടുത്ത തരത്തിലുള്ള പോലീസിൻ്റെ, കേന്ദ്ര സേനയുടെയൊക്കെ പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 4 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന ഒരിടമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. അനൂപ് ആന്റണിയും കോൺഗ്രസിന് വേണ്ടി വർഗീസ് വാമനും, അതുപോലെ തന്നെ LDFിന് വേണ്ടി മാത്യു ടി തോമസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവല്ലയിൽ നടത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് സ്റ്റാർ ക്യാമ്പയിനുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവല്ലയിലും പത്തനംതിട്ട ജില്ലയിലുമൊക്കെ എത്തിച്ചേർന്നിരുന്നു. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ NDA ക്യാമ്പിനെ ആവേശം കൊള്ളിക്കും പ്രധാനമന്ത്രിയുടെ വരവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി കളത്തിലിറങ്ങുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജില്ലയിലേക്കും പ്രത്യേകിച്ചും തിരുവല്ലയിലേക്കും എത്തിച്ചേരുന്നത് കൂടുതൽ NDA ക്യാമ്പയിന് ആവേശം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പല രാഷ്ട്രീയപരമായ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തി കോൺഗ്രസിനെയും LDFിനെയും രൂക്ഷമായി തന്നെ പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. ഇപ്പോൾ തിരുവല്ലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏത് ശൈലിയിലായിരിക്കും, ഏതൊക്കെ തരത്തിലായിരിക്കും അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം നടത്തുക എന്നാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിയാണ്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ, ആറന്മുള LDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അടക്കം, അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള, അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ വേദിയിലുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി 4 മണിയോടുകൂടി തന്നെയായിരിക്കും വേദിയിലെത്തുക. ഏതായാലും പ്രധാനമന്ത്രി വീണ്ടും ഇന്ന് കേരളത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം LDF UDF സർക്കാരുകളെ വിമർശിക്കുന്നതിനോടൊപ്പം FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് പ്രതികരണം ഉണ്ടാവുമോ എന്നുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.